25,000 താഴെ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ വേണമെങ്കിൽ ഇന്ന് കിട്ടാവുന്ന നല്ല ഓപ്ഷനുകളിൽ ഒരെണ്ണമാണ് വൺപ്ലസിന്റെ ഈ നോഡ് C4. എന്നാൽ എന്റെ പൊന്നു വൺപ്ലസ് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് തോന്നിപ്പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് അറിഞ്ഞിട്ടേ ഈ ഫോൺ വാങ്ങിക്കാവൂ. പിന്നെ ഈ ഫോണിനെ കുറിച്ച് മാത്രമല്ല, ഈ വിലയ്ക്ക് ഇത് എങ്ങനെയുണ്ട്, ഇതിനേക്കാൾ ഒരു 4,000 കൂടുതൽ കൊടുത്താൽ ഏതാണ് ബെറ്റർ ഫോൺ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിന് താഴെ ഏതാണ് നല്ല ഫോൺ, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മുഴുവനായിട്ട് കണ്ടു നോക്കുക വീഡിയോ. എന്തായാലും ഇതിന്റെ ബോക്സ് നമുക്ക് ചെറുതല്ല വന്നത്, ഒരു വലിയ ബോക്സിലാണ് ഈ ഫോൺ വന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു അതിനകത്തെ കാര്യങ്ങൾ. ഒരു കളിക്കുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മാറ്റി വെക്കാം. ഫോൺ അടങ്ങുന്ന ബോക്സ് ഇവിടെ ഇരിപ്പുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന പോലെയാണ്. ഓക്കെ, അതിനകത്ത് ഒരു കേസ്, ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കേസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഫോൺ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം, നോഡ് C4. കാണാൻ നല്ല ഡിസൈനും ലുക്കൊക്കെ ഉള്ള ഫോൺ തന്നെയാണ്, ഒന്നും പറയാനില്ല, ഡീസന്റ്. എന്തായാലും അതിലേക്ക് വരാം. അതിനു മുമ്പ് ബോക്സിൽ 100 വാട്ടിന്റെ ഒരു ചാർജർ ഉണ്ട്. പിന്നെ അതാ ടൈപ്പ് C കേബിൾ, ടൈപ്പ് C ടു ടൈപ്പ് A കേബിളും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ബോക്സിലുള്ളത്. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിലേക്ക് വരാം. നോഡ് C4 ഇതിന്റെ പ്രൈസ് ഏകദേശം 24,990 ഓഫറൊക്കെ ഉണ്ട്. അത് കൂടി 22-23 റേഞ്ച് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് ഈ ഫോണിന്റെ വില. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഫോണാണ്. താഴെ ഹൈബ്രിഡ് സിം സ്ലോട്ട്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് C പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, അതായത് ആ ഒരു ബട്ടൺ, ഇവരുടെ ഒരു മ്യൂട്ട് സ്വിച്ച് അത് വരുന്നില്ല. മുകളിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, അതുപോലെ സ്പീക്കർ ഗില്ലുണ്ട്. റിയർ ഡിസൈനും ഫ്രണ്ട് ഡിസൈനും ഒക്കെ ആയി കാണുന്ന പോലെയൊക്കെയാണ്. ഓവറോൾ ഡീസന്റ് ഡിസൈൻ ആണ്. ഡിസ്പ്ലേ ഒക്കെ സ്ലിം ആയ ബസിൽസ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല വൃത്തിയുള്ള ഒരു ഫോണാണ്. 8.4 mm തിക്നെസ്സും കാര്യങ്ങളുമാണ്. 184 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ലൈറ്റ് വെയിറ്റും സ്ലിം ഒക്കെ തന്നെയാണ്. ഇതിന്റെ പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 7 Gen 3 24,000 രൂപ റേഞ്ച്. ആ റേഞ്ചിൽ ഈ പ്രോസസർ ഡീസന്റ് ആണ്. സോ പെർഫോമൻസ് വൈസ് ഈ ഫോൺ അടിപൊളി എന്ന് പറയാം. LPDDR4X റാമും UFS 3.1 സ്റ്റോറേജുമാണ് വരുന്നത്. അതും ആ റേഞ്ചിൽ ഡീസന്റ് ആയ സെറ്റപ്പ് ആണ്. സോ പെർഫോമൻസ് വൈസ് ഈ ഫോണിൽ അപാകതകളില്ല, നല്ല വാല്യൂ ഫോർ മണി സെറ്റപ്പ് ആണ്. സോ ഈ റേഞ്ചിൽ വൺപ്ലസിന്റെ ഒരു ഫോൺ, അതും വാല്യൂ ഫോർ മണി ആയ നല്ല വൺപ്ലസ് ഫോൺ വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അത്യാവശ്യം BGMI ഒക്കെ കളിക്കാം. സ്മൂത്ത് എക്സ്ട്രീമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ സ്പെക്ക്. അതിൽ നമുക്ക് നൈസായിട്ട് BGMI കളിക്കാൻ പറ്റുന്നുണ്ട്. വലിയ അപാകതകളൊന്നുമില്ല. ഈ പ്രൈസിന് കിട്ടേണ്ടുന്ന ഒരു പെർഫോമൻസ് തരുന്നുണ്ട്. 8GB റാം, 128GB സ്റ്റോറേജും, 8GB റാം 256GB സ്റ്റോറേജും വരുന്നുണ്ട്. ആവശ്യമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. OxygenOS 14 ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. ഇതിൽ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെയാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ഡീസന്റ്. ഇതിനകത്ത് വൺപ്ലസ് ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു സംഗതി ഇവർ ചെയ്ത് കാണുന്നത് നിങ്ങൾക്ക് ഈ ആപ്പ് ഡ്രോ തുറക്കുമ്പോൾ കാണാം. ഇഷ്ടംപോലെ ബ്ലോട്ടോയേഴ്സും കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത്യാവശ്യം ഒരുപാടല്ല, എന്നാലും ആവശ്യത്തിന് ബ്ലോട്ടോയേഴ്സ് ഉണ്ട്. OxygenOSലും പരസ്യങ്ങൾ, അതായത് വൺപ്ലസ് ഓപ്പോയുടെ ഒരു സെറ്റപ്പിലേക്ക് മാറുകയാണ്. അതിന്റെ ഒരു UI തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ട് ഓപ്പോയുടെ പല ഫീച്ചേഴ്സും അതുപടി തന്നെ ഈ ഫയൽ ഡോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഏകദേശം അത് തന്നെ ഇത്. എന്നാൽ ഇപ്പോൾ ഈ ആപ്പ് കൂടി, പരസ്യ ആപ്ലിക്കേഷനുകൾ കൂടി ഇടുന്നതോടുകൂടി ഏറെക്കുറെ OxygenOS എന്ന് പറയുന്ന ആ സംഭവത്തിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാരണങ്ങൾ ഇല്ലാതാവുകയാണ്. എൻ്റെ പൊന്നു വൺപ്ലസ്, ഇത് എന്ത് പറ്റി, എന്താണ് ഇങ്ങനെ? എന്നാലും നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ ബാറ്ററിയിൽ ഒരു നല്ല കാര്യമുണ്ട്. 5500 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ചാർജിങ്ങുമാണ് വരുന്നത്. 5500 mAh ബാറ്ററി ഉള്ളൊരു ഫോണാണെന്ന് പറയത്തില്ല, നല്ല സ്ലിം ആണ്. പക്ഷേ വയർലെസ് ചാർജിങ് കാര്യങ്ങളൊന്നുമില്ല. 24,000 രൂപയ്ക്ക് നമുക്ക് അതൊന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒരു 5,000-6,000 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. നമ്മുടെ മോട്ടോ എഡ്ജ് 50 Pro അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, ലിങ്ക് ഇവിടെ കൊടുക്കാം, കണ്ടു നോക്കിക്കോളൂ. കിട്ടുന്ന സാധനമാണ്. അതിൽ വയർലെസ് ചാർജിങ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതേപോലെ 7 Gen 3 പ്രോസസർ ഉണ്ട്. ക്ലീൻ UI ആണ്, പരസ്യങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ വൺപ്ലസിന്റെ ഫോണിലാണ് നമ്മൾ ഇങ്ങനെ പറയാം, വൺപ്ലസിന്റെ ഫോണാവുമ്പോൾ നമുക്ക് ക്ലീൻ UI കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ തിരിച്ച് പറയേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. സോ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇതിനിടയ്ക്ക്. ഞാൻ ഈ കമ്പയർ ചെയ്ത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം Xiaomi 14 വീഡിയോ ചെയ്തപ്പോൾ അതിൽ 70,000 നിങ്ങൾ അത് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് 70,000 എടുക്കേണ്ട, 50,000 തന്നെ iQ12 നമുക്ക് അതിനേക്കാൾ സ്റ്റേബിൾ ആയ അടിപൊളി പെർഫോമൻസ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കമ്പാരിസൺ പോലെ. ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുന്നവരെ സംബന്ധിച്ച് 20,000 രൂപ കുറവിൽ ആ ഫോൺ കിട്ടുമ്പോൾ പിന്നെ അതിനേക്കാൾ മികച്ചത് ഇതാണെന്ന് ഒരു കാരണവശാലും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ ക്യാമറ ഇതിൻ്റെ മോശമാണെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലർ പറയുന്നുണ്ട് iQനാണെങ്കിൽ കുറ്റം പറയില്ല. അതിൽ ഞാൻ പറയുന്നുണ്ട്, iQ2 വീഡിയോ കണ്ടു നോക്കിക്കോളൂ. അതിൻ്റെ സെൽഫി ക്യാമറയിൽ പോരായ്മകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പോരായ്മകൾ നമ്മൾ പറയും മിക്കവാറും. ആ ഒരു ബ്രാൻഡും അതിൻ്റെ ഫോണിൻ്റെ കാറ്റഗറിയും കാര്യങ്ങളും എല്ലാം പരിഗണിച്ച് അതിന് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങളില്ല എങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് പറയും. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ മോട്ടോ എഡ്ജ് 50 Pro ആയിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വയർലെസ് ചാർജിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, IP68 റേറ്റിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപ കൂടുതൽ കൊടുത്താൽ എഡ്ജ് 50 Pro കിട്ടാനുണ്ട്. അല്ലാണ്ട് അത് പോയി എടുക്കൂ എന്നല്ല. നിങ്ങളുടെ ബഡ്ജറ്റ് 24,000 നിങ്ങൾ ഇത് എടുത്താൽ മതി, ഇത് നല്ലതാണ്. പക്ഷേ ഓപ്ഷനുകൾ വേറെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നു. ആക്ച്വലി അതിനല്ലേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ പരസ്യം അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ കയറി ചുമ്മാ നോക്കിയാൽ അവരുടെ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ തള്ളി മറച്ച് വെച്ചിട്ടുണ്ടാവും. അതിനപ്പുറം റിയലി എന്താണ് ഇതിനകത്തുള്ളതെന്നും ഇതിൻ്റെ കമ്പാരിസൺ അല്ലെങ്കിൽ മറ്റുള്ള ചുറ്റുവട്ടത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു യൂട്യൂബ് വീഡിയോ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊക്കെ വരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിക്കവാറും വീഡിയോകളൊക്കെ നമ്മൾ അങ്ങനെ കവർ ചെയ്ത് പോകുന്നു. അല്ലാണ്ട് ജസ്റ്റ് വെറുതെ ഇതിൻ്റെ സ്പെക്ക് മാത്രം പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ കമ്പയർ ചെയ്തൊക്കെ പറയുന്നത്. ഞാനത് ചെയ്യുന്നു.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ കാര്യമാണ് പറഞ്ഞത്. ബാറ്ററി ലൈഫിലൊന്നും പ്രശ്നമില്ല. 5500 mAh ബാറ്ററി, 100 വാട്ടിന്റെ ചാർജിംഗ് ഉണ്ട്. ഇനി ഇതിന്റെ ക്യാമറ, 2 ക്യാമറ, മെയിൻ ക്യാമറയും വൈഡ് ആംഗിൾ ക്യാമറയും. 2MP ക്യാമറ സെറ്റപ്പ് ഒന്നുമില്ല. 8MP വൈഡ് ആംഗിൾ ക്യാമറയും 50MP മെയിൻ ക്യാമറയും. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും. ക്യാമറ സാമ്പിളുകൾ അവിടെ കാണാം. അത്യാവശ്യം നല്ല സെൽഫി ഫോട്ടോസ്, ഭംഗിയുള്ള സെൽഫി ഫോട്ടോസ് ആണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. വേറെ അപാകതകളൊന്നുമില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഈവൻ ഇൻഡോർ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. മെയിൻ ക്യാമറയുടെ ഇമേജ് സാമ്പിളുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻ ക്യാമറയും വന്നിട്ടുണ്ട്. സോ OnePlus Nord C4നെ സംബന്ധിച്ച് ക്യാമറ അത്യാവശ്യം ഡീസൻ്റ് ആണ്. 24,000 രൂപയുടെ ആ ഒരു വിലയ്ക്ക് നോക്കുമ്പോൾ നല്ല ക്യാമറയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളത് നിങ്ങൾ നോക്കുക. മെയിൻ ക്യാമറയിൽ OIS സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. 4K ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിൽ ഈ പറഞ്ഞ രീതിയിൽ OIS സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും സ്റ്റേബിൾ ആണ് വീഡിയോ. ഒപ്പം തന്നെ ഫ്രണ്ട് ക്യാമറയിൽ 4K ഇല്ല. ഈ 2-3 കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ നല്ല AMOLED ഡിസ്പ്ലേ ആണ്. ഒരു വിഷയമില്ല. നെറ്റ്ഫ്ലിക്സിലൊക്കെ HDR ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോ പ്ലേബാക്കും ക്വാളിറ്റിയും നമുക്ക് തരുന്നുണ്ട്. 900 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളാണ് വരുന്നത്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് ഒക്കെ വരുന്നുണ്ട്. HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വിഷയമില്ല. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം ഡീസൻ്റ് ആയ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. അതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്മൂത്ത് ആണ്. ഇനി ബാക്കിയുള്ള മറ്റു കാര്യങ്ങൾ നോക്കിയാൽ കോൾ ക്വാളിറ്റി ഒന്നും പ്രശ്നമില്ല. 7 5G ബാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.4 തന്നെ വരുന്നുണ്ട്. Wi-Fi 6 വരുന്നുണ്ട്. 2x2 മിമോ ടെക്നോളജി വരുന്നുണ്ട്. NFC സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചോളൂ. 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്. കാലോഡൺ മാർബിൾ എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട്. ആ കളറാണിത്. ഇത് കൂടാതെ ഡാർക്ക് ക്രോം എന്ന് പറയുന്ന ഒരു കളർ കൂടിയുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. 24,999 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 1,500 രൂപ ബാങ്ക് ഓഫർ കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് OnePlus ഫോണുകൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫോണാണ്. ഈ പറഞ്ഞ പരസ്യ ആപ്ലിക്കേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സെറ്റപ്പ് ആയിട്ട് ഒരു നല്ല OnePlus ഫോൺ, ഒരു വാല്യൂ ഫോർ മണി OnePlus ഫോൺ എടുക്കാം. ഇത് ഓൾറെഡി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ടോട്ടലി ഒരു നല്ല ഫോണായിട്ട് ഫീൽ ചെയ്തു OnePlus Nord C4. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.